കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ നാളെ വിധിക്കും. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. IPC 302, 449, 506, ഇന്ത്യൻ ആയുധ നിയമം 30 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 302 വകുപ്പ് അനുസരിച്ചുള്ള കൊലപാതകം, അതുപോലെ തന്നെ കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വീട്ടിൽ അതിക്രമിച്ച് കിടക്കൽ, ഇന്ത്യൻ ശിക്ഷാ നിയമം 449 വകുപ്പ്, അതുപോലെ 506(2) ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതി പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളെയൊക്കെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓടിച്ചു. അതിന് 506(2). പിന്നെ സെക്ഷൻ 30 ഓഫ് ദി ആംസ് ആക്ട്, ഇന്ത്യൻ ആയുധ നിയമത്തിൻ്റെ 30-ാം വകുപ്പിന് ലംഘനം. അദ്ദേഹത്തിൻ്റെ ലൈസൻസ്ഡ് റിവോൾവറാണ്, പക്ഷേ കണ്ടീഷൻസ് ഓഫ് ലൈസൻസിൻ്റെ വയലേഷൻസ് ഉണ്ട്. കാഞ്ഞിരപ്പള്ളി കരിമ്പിനാൽപ്പടിയിൽ കരിമ്പിനാൽ വീട്ടിൽ ജോർജ് കുര്യനാണ് കുറ്റക്കാരനാണെന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിധിച്ചത്. ജോർജിന്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ, മാതൃസഹോദരൻ മാത്യു സക്രിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നുവെന്നാണ് കേസ്. 2022 മാർച്ച് 7-നായിരുന്നു സംഭവം. 2023 ഏപ്രിൽ 24-ന് ആരംഭിച്ച വിചാരണ 1.5 വർഷക്കാലം പിന്നിട്ട് ഒരാഴ്ച നീണ്ടുനിന്ന ഇരുവിഭാഗത്തിന്റെയും വാദത്തിനൊടുവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെയാണ് പൂർത്തിയായത്. ആകെ 76 സാക്ഷികളെയാണ് നമ്മൾ വിസ്തരിച്ചത്. അതുപോലെ തന്നെ 278 പ്രമാണങ്ങൾ മാർക്ക് ചെയ്തു. 75 MOs ഉണ്ട്, മെറ്റീരിയൽ ഓബ്ജക്ട്സ്. ഈ തോക്ക് 50 വെടിയുണ്ട, ഇതെല്ലാം അടക്കം ഉണ്ട്. ഇത് പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം വളരെ പ്രീ പ്ലാൻഡായിട്ട് മെറ്റിക്കുലസായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഒഫൻസ് ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേസിൽ സർക്കാരിനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CS അജയൻ, അഡ്വക്കേറ്റ് നിബു ജോൺ, അഡ്വക്കേറ്റ് അഖിൽ വിജയ്, അഡ്വക്കേറ്റ് സാദി S ശിവൻ എന്നിവർ ഹാജരായി. പ്രതിക്ക് പറയാനുള്ളതും പ്രോസിക്യൂഷൻ പറയാനുള്ളതും നാളെ കോടതി വിശദമായിട്ട് കേൾക്കും. അതിനുശേഷം മാത്രമേ അതിൻ്റെ വേർഡിക്റ്റ് പ്രൊനൗൺസ് ചെയ്തുള്ളൂ. എത്രയായിരിക്കും ശിക്ഷ നാളെ തന്നെ ഉണ്ടാവുമായിരിക്കും. എത്രയായിരിക്കും ശിക്ഷ എന്നുള്ളത് നാളെ കേൾക്കുള്ളൂ.